ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു അടയാണ് ഉണ്ടാക്കുന്നത്, ഇലയട. അപ്പോൾ നമ്മളെല്ലാവരും ഇലയട ഉണ്ടാക്കുന്നുണ്ട്. ഞാനിന്ന് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇലയട ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഇലയട ഉണ്ടാക്കുന്നത്. അതും നമ്മൾ കൈ വെച്ചിട്ട് പരത്തൊന്നും വേണ്ട, എളുപ്പത്തിൽ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. നോമ്പുകാലത്തൊക്കെ നമുക്ക് ഈ ഒരു അട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഞാൻ കുറച്ച് ഇല കട്ട് ചെയ്തിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു 250 ml ഒരു കപ്പിന് 1 കപ്പ് നിറയെ ചെറുപയർ പരിപ്പ്, വറുത്ത ചെറുപയർ പരിപ്പാണ്. നിങ്ങൾക്ക് ഇനി വറുക്കാത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊന്ന് കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അലിയരുത്. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം നന്നായി വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടിട്ട്, പിന്നെ അരിപ്പൊടിയാണ് ഞാനൊരു പാത്രത്തിലെടുത്തത്. ഒരു 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മധുരം കൂടി വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. മാവിനൊരു മധുരം കൂടി കിട്ടാൻ. ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യലില്ല. ഞാൻ നോർമൽ കുറച്ച് ഉപ്പിട്ട വെള്ളം മാത്രമേ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുഴച്ചെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 1.5 കപ്പ് ശർക്കര ഞാൻ ഒഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട്, ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത് ശർക്കരയിലേക്ക്, കാരണം ലൂസായിട്ട് അതിൻ്റെ ഫില്ലിങ് കിട്ടാൻ പാടില്ല. പിന്നെ നമ്മൾ വേവിച്ച ചെറുപയർ പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുപയർ പരിപ്പ് നന്നായി അലിയരുത്. ചെറുപയർ പരിപ്പ് ഒന്ന് വെന്ത് കിട്ടാനേ പാടുള്ളൂ. നന്നായി പായസത്തിന് അലിയുന്ന പോലെ അലിയരുത്. എന്നിട്ട് ഈ ശർക്കരയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു 3 കപ്പോളം നാളികേരം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര നാളികേരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് ഇട്ടാൽ മതി. പക്ഷെ നാളികേരം ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് 1 സ്പൂണ് ഏലക്കപ്പൊടി, 1 സ്പൂണ് ചെറിയ ജീരകം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം 4 ആക്കിയിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം. അത് ഞാൻ ഇതിലെ സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഉള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് 1 സ്പൂണ് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ ഫില്ലിംഗ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ കുഴച്ച് വെച്ച ഈ മാവൊക്കെ ബോളാക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പത്തിരി പ്രസ്സറാണ്. ആ പ്രസ്സറിലേക്ക് ഇതുപോലെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നമ്മൾ ഈ ഉണ്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പരത്തിയിട്ട് ഒന്ന് വേണമെങ്കിൽ എണ്ണ വേണമെങ്കിൽ തടവാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ അതിൻ്റെ കവറുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ അമർത്തി വെച്ചിട്ട് താഴ്ത്തി വെച്ച് ഇതുപോലെ പ്രസ്സറിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അട പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നമ്മൾ കൈ കൊണ്ട് പരത്തൊന്നും വേണ്ട. ഇനി ഇതുപോലെ പ്രസ്സറിൽ എത്ര പെട്ടെന്ന് ആവും അറിയോ, നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് അടയൊക്കെ ചുട്ടെടുക്കാം. ഇതുപോലെ പ്രസ്സറിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ നടുക്കിലേക്ക് അതിൻ്റെ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് എല്ലാം നന്നായി അടച്ചിട്ട് ഒന്ന് നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായി പ്രസ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സാധാരണ ഇലയുടെ എങ്ങനെയാണ് മടക്കുക, ഞാൻ 2 വിധത്തിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇതുപോലെ നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് ഏകദേശം നോക്കുക ഏത് സ്ഥലത്താണെന്ന്. എന്നിട്ട് ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് ഇത് അടയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ അട കാണാൻ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി കൈ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ശർക്കരയുടെ പാനി ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ആവിക്ക് വെച്ചിട്ട് എടുക്കുകയാണ്. എനിക്കിതിൽ നിന്നൊരു 13 അടയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് അട റെഡിയാക്കി എടുക്കാം. നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറുപയർ പരിപ്പ് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ അട. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ്, നൈസാണ്. കണ്ടോ, നമ്മൾ കൈകൊണ്ട് പരത്തി കഴിഞ്ഞാൽ ഇത്ര നൈസായി കിട്ടില്ല, അത്രയും നൈസിലാണ് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.